all, welcome back to Wings Academy. Wings Academy പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ബാക്കിൽ നിങ്ങൾ ഓൾറെഡി കുറച്ച് പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമുക്കപ്പോൾ നോക്കാം എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന്. അപ്പോൾ ഞാൻ പറയാം, നമുക്ക് എപ്പോഴും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കണ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്, എപ്പോഴും വരാറുള്ള ക്വസ്റ്റ്യൻ ആണെന്ത് ഇതിൻ്റെ ഒരു സമ്മറി, ക്ലിയർ നറേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം മിക്കപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചു കാണാറുണ്ട്. പിന്നെ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ആ ക്യാരക്ടേഴ്സ് ആരാണെന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും മനസ്സിൽ അല്ലേ? എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഒരു കുഞ്ഞൊരു ഷോർട്ട് സമ്മറി, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സമ്മറിയാണ് മിസ്സിനോട് പറയാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ആരാണ് ഇത് എഴുതിയേക്കണേ നോക്കാം. നമ്മുടെ AJ ക്രോൺ എന്ന് പറയുന്നൊരു ഡോക്ടറാണ്. AJ ക്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡോക്ടറാണ് ഈ ഒരു ചാപ്റ്റർ എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. AJ ക്രോണിനെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ AJ ക്രോൺ. ഓക്കെ, ഇതാണ് ആര്? AJ ക്രോൺ. ഇനി നമുക്ക് നേരെ ചാപ്റ്ററിൻ്റെ നറേഷനിലോട്ട് പോവാം. ഓക്കെ, ചാപ്റ്റർ നറേഷനിലോട്ട് പോവാം. നോക്കിയാടാ, this article is an autobiographical written by AJ Cronin, Dr. AJ Cronin. He is narrating an unforgettable meeting with a social activist. അതായത് ഈ ഒരു ആർട്ടിക്കിൾ, നമുക്ക് ഈ ആർട്ടിക്കിൾ ഈ പഠിക്കാനുള്ള ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ആർട്ടിക്കിൾ എന്താണ്? ഒരു ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റപ്പ് ആണ്. ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ലൈക്ക് ഒരു ജീവിത കഥ, ഒരു ആത്മകഥ പോലത്തെ ഒരു സംഭവമാണ്. ആരുടെ? നമ്മുടെ AJ ക്രോൺ എന്ന് പറയുന്ന ഒരു റൈറ്ററും ആണ്, അയാളൊരു ഡോക്ടറും ആണ്. ഓക്കെ, ഇനി he is narrating an unforgettable meeting with a social activist. അപ്പോൾ അത് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടുമുട്ടുന്ന ഒരു അൺഫോർഗറ്റബിൾ ആയിട്ടുള്ളൊരു മീറ്റിംഗ്, അതായത് മറക്കാനാവാത്ത എന്താണ് ഒരു കൂടിക്കാഴ്ചയാണ് ഈ ഒരു ചാപ്റ്ററിൽ നരേറ്റ് ചെയ്യുന്നത്. ഓക്കെ, when he was setting a sail from New York, one day he happened to meet a couple on deck. അതായത് ഒരു ദിവസം നമ്മുടെ ക്രോണിൻ ന്യൂയോർക്കിൽ നിന്ന് ഒരു യാത്ര പോവാണ്. ന്യൂയോർക്കിൽ നിന്ന് US-ലോട്ടാണ് പോണത്. ഓക്കെ, US-ലോട്ട് ഒരു യാത്ര പോവാണ്. അപ്പോൾ ഈ യാത്ര പോണ സമയത്താണ് എന്ത് ഒരു കപ്പിളിനെ മീറ്റ് ചെയ്യണത്. ഓക്കെ, ഒരു കപ്പിളിനെ മീറ്റ് ചെയ്യണത്. ബാക്കി എന്താണെന്ന് നോക്കാം. They introduced themselves as Mrs. and Mr. John. അതായത് അപ്പോൾ ആ ഒരു കപ്പിൾസ് ആണ് എന്ത് നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആരാണ് ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, they were eager to speak to him. When he listened them in detail, Dr. Cronin came to know that it was his second meeting with that man. അതായത് നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോണിന് എന്താണ് നമ്മുടെ ഈ ഒരു ക്രോണിനോട് സംസാരിക്കാനായിട്ട് എന്താണ് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു മനസ്സിൽ, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു സംസാരിക്കാനായിട്ട്. അങ്ങനെ ഇവർ സംസാരിച്ച് നല്ലോണം സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ക്രോണിന് എന്ത് മനസ്സിലാവണത്? ഇത് ഈ മിസ്റ്റർ ജോണിനായിട്ടുള്ള സെക്കൻഡ് മീറ്റിംഗ് ആണെന്നുള്ളത് മനസ്സിലാവണത്. അതായത് ഇതിന് മുൻപ് എന്താണ് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഇവർ തമ്മിലൊരു റിലേഷനും ഉണ്ട്, ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ എന്താണ് നമുക്ക് നോക്കാം. Before a quarter of a century, when Dr. Cronin was practicing as a young doctor in a working class district of London, he had an opportunity to save this man's life. അതായത് ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എത്ര വർഷം മുൻപാണ്? 25 വർഷം മുമ്പ്. എത്ര വർഷം മുമ്പാണ്? 25 വർഷം മുമ്പ് നമ്മുടെ ഡോക്ടർ ക്രോണിൻ ലണ്ടനിലുള്ള ഒരു ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് അയാൾ എന്താണ് ഡോക്ടറായിട്ട് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യണുള്ളൂ. ഓക്കെ, ആ ഒരു സമയത്ത് ഈ ഒരു ക്രോണിൻ എന്താണ് ചെയ്യണത്? ഹി ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സേവ് ദിസ് മാൻസ് ലൈഫ്. അതായത് നമ്മുടെ ക്രോണിൻ എന്താണ് ഈ ഒരു മാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ജോണിൻ്റെ ലൈഫ് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു, ഒരവസരം കിട്ടിയിരുന്നു. ഓക്കെ, ഇനി നോക്കിയേ, മിസ്റ്റർ ജോൺ ആൻ ഓർഫൻ ബോയ് by then was working as a clerk. Utterly friendless, he had fallen victim to the loose society of the street. അതായത് മിസ്റ്റർ ജോണിൻ്റെ ലൈഫാണ് സേവ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ മിസ്റ്റർ ജോൺ എന്ന് പറയുന്നത് ഒരു ഓർഫനാണ്. അതായത് അച്ഛനും അമ്മയൊന്നും ഇല്ല. മാത്രമല്ല അയാൾ വർക്ക് ചെയ്യണത് ഒരു ക്ലർക്കായിട്ട്, ഒരു സോളിസിറ്ററിൻ്റെ ഓഫീസിൽ, ഒരു വക്കീലിൻ്റെ ഓഫീസിൽ ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യണത്. അട്ടേർലി ഫ്രണ്ട്ലെസ്, ഇയാൾക്ക് ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഇയാൾ ലണ്ടൻ എന്ന് പറയുന്ന സിറ്റിയിലോട്ട് വന്നിട്ട് 6 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇയാൾക്ക് ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല. He had fallen victim to the loose society of the street. അപ്പോൾ ഫ്രണ്ട്സ് ആരില്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ഒരു ബാഡ് കമ്പനിയിലോട്ട് ആര് ചെന്ന് പെടാണ്? നമ്മുടെ ജോൺ ചെന്ന് പെടാണ്. ഓക്കെ, he had lost all his small savings and happened to steal 7 pounds and 10 shillings from his office. അതായത് അയാളുടെ കയ്യിൽ നിന്ന് ഒരു ബാഡ് കമ്പനിയിലോട്ട് ചെന്ന് പെടുമ്പോൾ ഇയാൾ എന്താണ് പലതരത്തിലുള്ള
വിനോദങ്ങളിൽ ഏർപ്പെടാണ്. അതായത് ഇങ്ങനെ ഹോഴ്സ് ബെറ്റിംഗ്, കുതിരപ്പന്തയം, പിന്നെ എന്താണ് ഗാംബ്ലിംഗ്, ചൂതാട്ടം, അങ്ങനെയുള്ള പലതരത്തിലുള്ള എന്താണ് വിനോദങ്ങൾ, അതായത് നമ്മുടെ പൈസ പോണ വിനോദങ്ങളാണ്, അത് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല, അതിലേർപ്പെടാണ്. അങ്ങനെ ഇയാളുടെ കയ്യിലുള്ള സേവിങ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോവാണ്. അങ്ങനെ ലാസ്റ്റ് ഒട്ടും പൈസ ഇല്ലാതാകുമ്പോൾ ഇയാളുടെ ലാസ്റ്റ് ഗാമ്പിളിന് വേണ്ടിയിട്ട്, ലാസ്റ്റ് പന്തയത്തിന് വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്, ഓഫീസ് സേഫിൽ നിന്ന് 7 പൗണ്ട്സും 10 ഷില്ലിങ്സും എന്ത് ചെയ്യാണ്, സ്റ്റീൽ ചെയ്യാണ്, കട്ടെടുക്കുകയാണ്. ഓക്കെ, ഇനി ബാക്കി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. Terrified of the prosecution, he made an attempt to commit suicide. അതായത് അയാൾക്ക് പിന്നെ ആ ഒരു പൈസ തിരിച്ചു വെക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ, വിചാരണ, അതായത് എന്തായാലും പൈസ കട്ടെടുത്ത ഒരാളും, പ്രത്യേകിച്ച് ഒരു വക്കീലിൻ്റെ ഓഫീസിൽ നിന്നായതുകൊണ്ടും പൈസ കട്ടെടുത്തതുകൊണ്ടും എന്താണ് ഇയാൾക്ക് നേരെ പോലീസിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇയാൾ എന്താണ് അത് പേടിച്ചിട്ട് ഇയാൾ സൂയിസൈഡ് ചെയ്യുകയാണ്. ഓക്കെ, when Dr. Cronin came to know of this plight, he gave 7 pounds and 10 shillings to Mr. John and asked him to put it back in the office. അതായത് ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ ക്രോണിൻ അറിയുമ്പോൾ എന്താണ് ക്രോണിൻ ചെയ്യണത്, 7 പൗണ്ട്സും 10 ഷില്ലിങ്സും കൊടുത്ത് ക്രോണിൻ നമ്മുടെ ജോണിനെ സഹായിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പറയാത്ത 2 ക്യാരക്ടേഴ്സും കൂടെ ഉണ്ട്, സർജൻറ്റും ലാൻഡ് ലേഡിയും. അതായത് ലാൻഡ് ലേഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോൺ താമസിക്കുന്ന സ്ഥലത്തെ ഓണർ, സർജൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോലീസ് ഓഫീസേഴ്സും എന്താണ് അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഈ ഒരു ചാപ്റ്ററിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ചാപ്റ്റർ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. മെയിനായിട്ട് ക്രോണിൻ്റെ കോൺട്രിബ്യൂഷനാണ് മെയിനായിട്ട് ചാപ്റ്ററിൽ ചോദിക്കുക, അതുകൊണ്ടാണ് മിസ് ഇത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. That paltry sum which was spent to save an orphan turned out to be the best investment in Dr. Cronin's life. അതായത് ആ ഒരു paltry sum, ആ ഒരു തുച്ഛമായ പൈസ ആർക്ക് കൊടുത്തത്, നമ്മുടെ ജോണിന് കൊടുത്തത് ക്രോണിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറാണ്. ഓക്കെ, അതെന്താണ് കാരണം? Later, Mr. John dedicated his life for the uplifting of the backward, maladjusted and delinquent youth. അതായത് ഈ ഒരു നമ്മുടെ ക്രോണിനെ ആരെ സഹായിക്കുകയാണ്, ജോണിനെ സഹായിക്കുകയാണ്. അതിനുശേഷം എന്താണ് നമ്മുടെ ജോൺ നന്നായി പഠിച്ചൊരു വക്കീലാണെന്ന് മാത്രമല്ല, അയാൾ എന്താണ് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ എന്താണ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടുള്ള, ഡിവോട്ടഡ് ടു ദി ബോയ്സ് ആൻഡ് ഗേൾസ്, അതായത് സ്ലംസിലുള്ളയും ജയിലിൽ അകപ്പെട്ടു പോയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിൻ്റെ ഹെഡായിട്ട് കുട്ടികൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ്. ഓക്കെ, പിന്നെ മലജസ്റ്റഡും ഡെലിക്വൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ജോൺ ഇപ്പോൾ കുറേ അധികം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനെല്ലാം കാരണം ആരാണ്? ക്രോണിനാണ്. ക്രോണിന് ആ ഒരു പൈസ കൊടുത്തിരുന്നില്ലെങ്കിൽ എന്താണ് ജോൺ ഇപ്പോൾ ജയിലിൽ പോയി ചിലപ്പോൾ അതിനേലും വലിയൊരു കുറ്റവാളിയായിട്ട് തിരിച്ചു വന്നതിനായിരുന്നു അല്ലേ. പകരം നമ്മുടെ ക്രോണിൻ എന്താണ് ചെയ്യുന്നത്, ക്രോണിനും ലാൻഡ് ലേഡിയും സർജൻറ്റും എന്താണ് ചെയ്യണത്, ഇയാളെ അത് പറഞ്ഞ് മനസ്സിലാക്കി അയാൾക്ക് വേണ്ട കോൺട്രിബ്യൂഷൻസ് കൊടുക്കുകയാണ് ചെയ്യണത് അല്ലേ. ഓക്കെ, ഇനി for the past 25 years he was searching Dr. Cronin to express his gratitude. അതായത് ഏകദേശം 25 വർഷമായിട്ട് നമ്മുടെ ജോൺ എന്താണ് ക്രോണിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അയാൾക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഗ്രാറ്റിറ്റ്യൂഡ് അത് പറയാനും അത്രയും നന്ദി ഉണ്ടെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് ആര് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ ജോൺ ക്രോണിൻ ഇത്രയും നാൾ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, when the couple narrated all this, Dr. Cronin proudly realized that 7 pounds and 10 shillings was the best investment he had made in his life. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കപ്പിൾ കുറേ അധികം സംസാരിച്ചതിന് ശേഷം ഡോക്ടർ ക്രോണിൻ എന്ത് മനസ്സിലാവാണ്, ആ ഒരു 7 പൗണ്ട്സും 10 ഷില്ലിങ്സും ആണ് ഇയാളുടെ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാണ്. ഓക്കെ, it could save the life of a maladjusted youth and created a savior for many other maladjusted ones in the society. അതായത് ആ ഒരു പൈസ എന്താണ് ഇന്ന് കുറേ അധികം കഷ്ടപ്പെടുന്ന കുറേ അധികം കുട്ടികൾക്കും കുറേ അധികം ആൾക്കാർക്കും എന്താണ് സഹായകമാണുണ്ട്. ആര് വഴി? മിസ്റ്റർ ജോൺ വഴി. അപ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള സ്റ്റോറിയാണിത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും സ്റ്റോറി വായിച്ച് നോക്കണം. സ്റ്റോറി വായിച്ച് നോക്കിയിട്ട് ഈ ഒരു സമ്മറി പഠിക്കാം. ഇത് എക്സാമിന് എഴുതാൻ നിങ്ങൾക്ക് എന്തായാലും ഷുവർ മാർക്കാണ്, ഷുവറായിട്ട് ആ ഒരു ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ക്യാരക്ടർ സ്കെച്ചുകളാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ മിസ്റ്റർ ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ എന്താണ്, മിസ്റ്റർ ജോൺ ഈസ് എ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദി സ്റ്റോറി, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ബൈ ഡോക്ടർ എ.ജെ. ക്രോണിൻ, ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കണം കേട്ടോ. After he lost his parents in his teenage, Mr. John remained utterly friendless. അതായത് നമ്മുടെ ജോണിന് എന്താണ് പാരൻസ് നഷ്ടപ്പെട്ടതിന് ശേഷം ജോൺ എന്താണ് ഭയങ്കര ഒറ്റപ്പെട്ട് കഴിയായിരുന്നു. ഫ്രണ്ട്സ് ആരുണ്ടായിരുന്നില്ല, അപ്പോൾ ഭയങ്കര ഒറ്റപ്പെട്ട് കഴിയായിരുന്നു. His derelict way of made him fall victim to the loose society of the streets. അതായത് അയാളുടെ ആ ഒരു ബാഡ് കണ്ടീഷൻ എന്ത് ചെയ്യാണ്, അയാൾ ഒരു സൊസൈറ്റിയിലുള്ളൊരു ലൂസ് കമ്പനി, അതായത് മോശപ്പെട്ടൊരു കമ്പനിയിലോട്ട് അവിടേക്ക് എത്തിപ്പെടുകയാണ്. ഓക്കെ,
He made bad companions and lived like a young fool. അതായത് അയാൾ എന്താണ് കുറേ അധികം ബാഡ് ആയിട്ടുള്ള കമ്പാനിയൻസിന് ഉണ്ടാക്കുകയാണ്, കുറേ അധികം ബാഡ് കമ്പാനിയൻസിന് ഉണ്ടാക്കുകയാണ്. ഇയാൾ എന്താണ് ഒരു ഫൂളായിട്ട് മാറാണ്, വെറുതെ പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫൂളായിട്ട് ആര് മാറാണ്? മിസ്റ്റർ ജോൺ മാറാണ്. ഓക്കെ, ഹി വാസ് ഈഗർ ടു ടേസ്റ്റ് പ്ലഷർ ഫാർ ബിയോണ്ട് ഹിസ് മീൻസ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ലിമിറ്റ് ഇല്ലേ, പൈസ ചിലവാക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റിനപ്പുറം എന്ത് ചെയ്യാണ് നമ്മുടെ മിസ്റ്റർ ജോൺ പൈസ ചിലവാക്കുകയാണ്. മനസ്സിലായോ? അയാൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അയാൾ എന്താണ് ഒരു ഫൂളിനെ പോലെയാണ് പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി he began to bet on horses and lost his all his small savings. അതായത് അയാൾ എന്ത് ചെയ്യാണ്? ഹോഴ്സസ്, കുതിരപ്പന്തയം നടത്തി അയാളുടെ കയ്യിലുള്ള എല്ലാ പൈസയും എന്താണ് നാശമായി പോവാണ്. പൈസകളൊക്കെ അയാളുടെ കയ്യിൽ നിന്ന്, സ്മോൾ സേവിങ്സ് ഒക്കെ അയാളുടെ കയ്യിൽ നിന്ന് പോവാണ്. ഇറ്റ് ലേഡ് ഹിം ടു സ്റ്റീൽ മണി ഫ്രം ഹിസ് ഓഫീസ് ഷെൽഫ്. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയാൾ എന്ത് ചെയ്യാണ്? ഓഫീസ് ഷെൽഫിൽ നിന്ന് പൈസ കട്ടെടുക്കുകയാണ്. മനസ്സിലായോ? ഓഫീസ് ഷെൽഫിൽ നിന്ന് എന്ത് ചെയ്യാണ്? പൈസ കട്ടെടുക്കുകയാണ്. In his teenage, we see lack of self-confidence and self-reliance in this Mr. John. അതായത് അയാളുടെ ആ ഒരു ടീനേജ് ലൈഫിൽ എന്താണ് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് കുറവ് കാണാൻ നമുക്ക് പറ്റും. ഇപ്പം എല്ലാവരും ടീനേജ് ലൈഫിൽ എന്താണ് ഭയങ്കര സെൽഫ് കോൺഫിഡൻ്റ് എന്നായിരിക്കില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു പാഠവും കൂടിയാണത്. ഓക്കെ, അത് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു പാഠവും കൂടിയാണ് എന്ത് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, he underwent fear and temptations, but he was a man of gratitude. He decided to better his life after that suicide attempt. അതായത് അയാൾ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ അയാൾക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന് ശേഷം ഇയാൾ എന്ത് ചെയ്യാണ്? നല്ലൊരു മനുഷ്യനാവാൻ തീരുമാനിക്കുകയാണ്. മനസ്സിലായോ? ആ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇയാളൊരു നല്ല മനുഷ്യനാവാൻ തീരുമാനിക്കുകയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ചും കൂടി ഉണ്ട്. Later we see the same character dedicating his life for the betterment of delinquent and maladjusted youth. അതായത് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്? അതായത് മാലഡ്ജസ്റ്റഡ് ആയിട്ടുള്ളതും ഡിലിക്വൻ്റ് ആയിട്ടുള്ളതും, അതായത് മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവരും അതായത് ആക്രമാസക്തരായ കുട്ടികൾക്കും വേണ്ടിയിട്ട് എന്താണ് കുറേ കാര്യങ്ങൾ ചെയ്യണം, കുറേ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് ആര് മാറുന്നതാണ് കാണുന്നത്? അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ട് ജോൺ മാറുന്നതാണ് പിന്നത്തെ സ്റ്റേജിൽ നമുക്ക് കാണുന്നത്. ഓക്കെ, he and his wife fathers derelict and adolescents and placed them in a healthy environment. അതായത് ബാഡ് കണ്ടീഷനിലുള്ള അഡോൾസൻസ് ആയ കുട്ടികൾ, അതായത് ടീനേജേഴ്സിന് എന്ത് ചെയ്യും? നമ്മുടെ ജോണും ജോണിൻ്റെ വൈഫും കൂടിയും അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലോട്ട് കൊണ്ടുവരും. ഓക്കെ, ഇനി they had healed them in mind and body and send them back into the world. അതായത് അവരെന്താണ് ചെയ്യണത്? അവരുടെ ബോഡി മൈൻഡൊക്കെ ഹീൽ ചെയ്ത്, അവരുടെ ബോഡിയിലും മൈൻഡിലൊക്കെ എന്താണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള മുറിവുകളും ഉണ്ടാവും അല്ലേ? അപ്പോൾ അതൊക്കെ ഹീൽ ചെയ്ത് അവരെന്താണ് നമ്മുടെ ഈ ഒരു ലോകത്തോട്ട്, ഈ ഒരു സൊസൈറ്റിയിലോട്ട് തുറന്നു വിടുമെന്നാണ് പറയണത്. ഓക്കെ, as the director of a charitable organization, he is training the direct youth to make useful handicraft. അത് മാത്രമല്ല, അപ്പോൾ ഈ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടറായ നമ്മുടെ മിസ്റ്റർ ജോൺ എന്ത് ചെയ്യാണ്? ഈ ഒരു കുട്ടികൾക്ക്, അതായത് ഈ ഒരു ബാഡ് കണ്ടീഷനിലുള്ള ഒരു കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്? അവരെ ഹീൽ ചെയ്യാണെന്ന് പറഞ്ഞില്ലേ നമ്മൾ? ഹീൽ ചെയ്തതിന് ശേഷം അവർക്ക് കുറച്ച് ഹാൻഡിക്രാഫ്റ്റ്, അതായത് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹാൻഡിക്രാഫ്റ്റുകൾ പഠിപ്പിച്ചു കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു സെൻറ്റൻസ് നോക്കിയേ. ദിസ് സ്കിൽ ഹെൽപ്സ് ദം ടേക്ക് ദെയർ പ്ലേസ് ആസ് വർത്ത്ലി മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. അതായത് ഈ ഒരു സ്കിൽസ് ആ ഒരു ആൾക്കാരെ, ആ ഒരു പേഴ്സൺസിന് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അതായത് സൊസൈറ്റിയിൽ അവർക്ക് ഒരു ബർത്ത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഒരു വാല്യൂ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ആൾക്കാരും നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ എന്താണ് സൊസൈറ്റി നമ്മളെപ്പോഴും ഒരു ബേർഡൻ ആയിട്ടാണ് കാണുക. ഓക്കെ, അങ്ങനെ ഒരു ബേർഡൻ ആയിട്ട് അവരെ കാണരുത് എന്നുള്ള രീതിക്ക് എന്താണ് നമ്മുടെ ജോൺ എന്ത് ചെയ്യാണ്? കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് പഠിപ്പിച്ചു കൊടുക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇറ്റ് ബിക്കംസ് എ വർക്ക് ഓഫ് റിഡംഷൻ ഫ്രം മാലഡ്ജസ്റ്റഡ് ആൻഡ് ഡിലിക്വൻ്റ് യൂത്ത്. അതായത് ഒരു റിഡംഷൻ എന്ന് വെച്ചാൽ എന്താണ്? സേവ്ഡ് ഫ്രം ഈവിൾ എന്നാണ്. അതായത് ദുഷ്ടശക്തികളിൽ നിന്ന് സേവ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ, അത് മാത്രമല്ല പിന്നെന്താണ് ആക്രമാസക്തരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവില്ല, അപ്പോൾ അവരെന്താണ് ദുഷ്ടശക്തികളിൽ നിന്ന് സേവ് ചെയ്യാണ്. ആര്? നമ്മുടെ ജോൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. ഓക്കെ, ഇനി മിസ്റ്റർ ജോൺ also could make a redemption from his previous misdeeds. We can find his here as a loving, selfless and dedicated social servant, sincerely urging the delinquent youth to better his own life. their own life. അതായത് ലാസ്റ്റ് പറയുന്ന സെൻറ്റൻസസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കേണ്ട സെൻറ്റൻസ് ആണ്. അതായത് ആദ്യത്തെ ആ ഒരു പേഴ്സണിൽ നിന്ന്, ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഭയങ്കര ഒരു ചേഞ്ച് ആണ് എന്ത് ആ ഒരു സൂയിസൈഡ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. അതാണ് ആ ഒരു ലാസ്റ്റ് സെൻറ്റൻസിൽ മെയിനായിട്ട് പറയണത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ആ ഒരു പ്രീവിയസ്, അതായത് അത്
കുറേ നാളെ മുമ്പ് ചെയ്തു പോയ ആളുടെ തെറ്റി നിന്നതാണ് കുറേ അധികം എന്താണ് ശരികൾ അയാൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ആ ഒരു ലാസ്റ്റ് സെന്റൻസിൽ പറയണത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാരക്ടർ സ്കെച്ച്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കുറച്ച് എന്നാൽ ജസ്റ്റ് ഡിലിക്വൻ്റ് എന്നൊക്കെ പറയണ കുറച്ച് വേർഡ്സുകൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കാം. ഓക്കെ, എഴുതി പഠിച്ചിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അല്ലാതെ പെട്ടെന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആവില്ല. ഒന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ട്രാൻസ്ലേഷൻ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ AJ ക്രോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. നോക്കിയേ, Dr. AJ Cron is a versatile in the character traits. He was successful in both professions. അതായത് നമ്മുടെ ക്രോൺ എന്ന് പറയുന്ന ആൾ എന്താണ്, ഒരു ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷനിലും റൈറ്റർ എന്ന് പറയുന്ന പ്രൊഫഷനിലും എന്താണ് സക്സസ് കാണിച്ച ഒരാളാണ്. മാത്രമല്ല he is a renowned writer as well as a doctor. അത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് അയാൾ എന്താണ് അറിയപ്പെടുന്ന ഒരു ഡോക്ടറുമാണ് റൈറ്ററുമാണ്. He prefers to avoid the tedium of casual and importunate contacts. അതായത് ഭയങ്കര ബോറടിപ്പിക്കുന്ന കോണ്ടാക്ട്സ്, അതായത് അസഹ്യമായിട്ട് തോന്നുന്ന കുറച്ച് കോണ്ടാക്ട്സുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അയാൾ ആ ഒരു തുടക്കത്തിൽ ഈ സംഭവം പറയാൻ കാരണം ഇയാൾ തുടക്കത്തിൽ പറയുന്നുണ്ട് ഷിപ്പ് ബോട്ട്സിൻ്റെ കോണ്ടാക്ട്സ് ഇയാൾ ഒഴിവാക്കാൻ നോക്കുകയായിരുന്നു. അതായത് ഇയാൾ ഷിപ്പിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷിപ്പിലുള്ള ആൾക്കാർ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരില്ലേ, അത് ഇയാൾക്ക് ഇഷ്ടമായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി though he neglects strangers, he holds as a good observation skill. Right, while narrating the appearance and behavior of Mr. John, we notice his keen observation. അതായത് ഇയാൾ എന്താണ് സ്ട്രേഞ്ചേഴ്സ്, നമ്മുടെ ജോണും മിസ്റ്റർ ജോണും മിസ്സസ് ജോണും ഇയാളെ നോക്കണ കാര്യം നമുക്ക് ചാപ്റ്ററിൽ വായിക്കാനായിട്ട് പറ്റും. പറയണ ആ ഒരു സെൻറ്റൻസ് പറയാൻ ഇത്രേ ഉള്ളൂ. ഇയാൾ എന്താണ് സ്ട്രേഞ്ചേഴ്സിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. കാരണം നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ ജോണിന് ഇയാൾ ഒബ്സർവ് ചെയ്യണ ഒരു വേ നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം അയാളുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അയാളുടെ വയസ്സ് എത്ര ആവും എന്ന് പറയുന്നുണ്ട്, പിന്നെ അയാളുടെ ഡ്രസ്സ് പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നില്ലേ, ഡാർക്ക് സ്യൂട്ട് ആൻഡ് സോബേർട്ടായി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയണില്ലേ. ഓക്കെ, അതാണ് പറയണത് ഇയാൾ ഒരാളെ നല്ലോണം ഒബ്സർവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ഇനി ഹി ഈസ് കോൺസെൻട്രേറ്റ് ആൻഡ് കോപ്പറേറ്റീവ്. അയാൾ എന്താണ് കോൺസെൻട്രേറ്റീവ് ആണ്, കോപ്പറേറ്റീവ് ആണ്, സഹകരണമുള്ള ഒരു പേഴ്സൺ കൂടിയാണ്. ഓക്കെ, when the surgeon arrived at the midnight to take him, he responded positively at once. ഇനി ഇപ്പോൾ പറയണത് എന്താണ്, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. അതായത് സർജൻ്റെ വിളിക്കാനായിട്ട് വന്നപ്പോൾ എന്താണ് അയാൾ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. വരില്ല എന്നാണോ പറഞ്ഞത്? അല്ല, വരാം എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. ദിസ് ഷോസ് ദാറ്റ് ഡോക്ടർ AJ Cronin is a attentive, reliable and responsible medical practitioner. അതായത് ഇത് കാണിക്കുന്ന എന്താണ്, അയാൾ നന്നായിട്ടുള്ളൊരു മെഡിക്കലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് അയാൾ പെട്ടെന്ന് നമ്മുടെ സർജൻ്റെ വരാണ് അങ്ങോട്ട്. സർജന് വന്നിട്ട് എന്താണ് പറയണത്, ഒരാളിങ്ങനെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, രാത്രി സമയമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് പറഞ്ഞൂടെ, ഇല്ല എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞൂടെ? ഇല്ല, അതിന് പകരം ഇയാൾ എന്താണ് ചെയ്യണേ, ഇല്ല ഞാൻ വരാം എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ടും റെസ്പോണ്ട് ചെയ്യണത്. അപ്പോൾ ഒരു നല്ല ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നല്ലൊരു ഡോക്ടറാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി he sincerely did the work of resuscitation. After the stress exertions he could bring the victim back to his life. അതായത് അയാളുടെ വർക്ക് നന്നായിട്ട് തന്നെ ചെയ്തു. അതായത് ആ ഒരു യങ് മാനെ തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവരുന്നത് ആരാണ്? നമ്മുടെ ക്രോണിൻ തന്നെയാണ് അല്ലേ. യങ് മാൻ ആരാണ്? മിസ്റ്റർ ജോണിലെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത് ആരെന്നെയാണ്? നമ്മുടെ AJ ക്രോണിൻ തന്നെയാണ്. അയാളുടെ വർക്ക് നന്നായിട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എന്ത് നമ്മുടെ ജോൺ ലൈഫിലോട്ട് തിരിച്ചു വന്നത്. ഓക്കെ, നെക്സ്റ്റ് So we come to know that he is skillful and trustworthy in emergencies. അപ്പോൾ നമുക്ക് ലാസ്റ്റ് മനസ്സിലാവുന്ന ഒരു കാര്യമാണെന്ത്, ഒരു എമർജൻസി സിറ്റുവേഷനിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പേഴ്സൺ ആണ് ആര്, നമ്മുടെ ക്രോൺ എന്ന് പറയുന്നത്. കാരണം അയാൾ എന്താണ് അങ്ങനെ ആ ഒരു സമയത്ത് ഒരു സൂയിസൈഡ് കേസ് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ എന്താണ് വരില്ല എന്ന് പറഞ്ഞില്ല. പിന്നെ എന്താണ് വേണമെങ്കിൽ കുറച്ച് നേരം ചെറിയൊരു അറ്റംപ്റ്റിന് ശേഷം എന്താണ് അയാൾക്ക് അത് ഗിവ് അപ്പ് ചെയ്ത് കളയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇയാൾ ഗിവപ്പ് ചെയ്യാതെ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഇയാൾ എന്ത് ചെയ്യാണ്, നല്ലോണം കഷ്ടപ്പെട്ട് ഇയാളുടെ മൊത്തം എനർജി അവിടെ കൊടുത്തിട്ടാണ് എന്ത് നമ്മുടെ ജോണിനെ തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, when he brought the young man back to his life, he volunteered to donate 7 pounds and 10 shillings to that youth. അതായത് നമ്മുടെ ജോണിനെ, ഇവിടെ യങ് മാൻ ഉദ്ദേശിക്കുന്ന ആരാണ്? ജോണിനെ തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം എന്താണ് വീണ്ടും സഹായിക്കാനുണ്ട്. വീണ്ടും എങ്ങനെയാണ് സഹായിക്കുന്നത്? അയാൾക്ക് 7 pounds 10 shillings കൊടുത്തിട്ട് ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ക്രോണിൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, though it was a paltry sum, it could promote his future. ആ ഒരു ചെറിയൊരു തുച്ഛമായ തുകയാണെന്ത് നമ്മുടെ ജോണിൻ്റെ ലൈഫിൽ അത്രയും പ്രൊമോട്ട് ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത് അല്ലേ. ഞാൻ നേരത്തെ ആ ഒരു ക്യാരക്ടർ സ്കെച്ചിലും നേരത്തെ പറഞ്ഞ നരേഷനിലും അതിൻ്റെ റീസൺ പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, ഇനി
This action of Dr. Cronin says that he is good at timely intervention. At the end of the article, we see that he is feeling proud that it's intervention and investment. അതായത് അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനത്തിൽ ഈ ഒരു നരേഷന്റെ അവസാനത്തിൽ കാണാൻ പറ്റുന്നത് ആ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തതിൽ എന്താണ് ഇയാൾ വളരെയധികം പ്രൗഡാണ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൗഡാൻ്റെ റീസൺ എന്താണ്, ഇയാൾ കുറേ അധികം ഇൻവെസ്റ്റ്മെന്റ് ഇയാളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടണം, അയാൾക്ക് പൈസ ആയിട്ട് കിട്ടിയിരുന്നോ പ്രോഫിറ്റ് ഇല്ല, പക്ഷെ അയാളുടെ മെന്റലി നല്ല പ്രോഫിറ്റ് കിട്ടണേലും മറ്റുള്ള കുട്ടികൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇത് ആദ്യമായിട്ടാണ് അയാൾ ചെയ്യണത്. അതുകൊണ്ട് തന്നെ അയാളുടെ ലൈഫിൽ ഏറ്റവും വലിയ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്തായിരുന്നു, നമ്മുടെ ജോണിന് എന്നാ ഒരു 7 pounds 10 shillings കൊടുത്തതാണ്. ഓക്കെ, ഇനി he frankly admits that donation was the best investment in his life. Work he could gain only frustration, anxiety and disappointment from other investment. അതായത് അയാൾ മനസ്സിലാക്കിയാണത് ലൈഫിൽ ഡൊണേഷൻസ് മാത്രമാണത് നമുക്ക് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് തരാം. എന്താണ് ഡൊണേഷൻസ് മാത്രമാണെന്ത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ല. അതേ വെറുതെ നമ്മിങ്ങനെ ഷെയർ മാർക്കറ്റിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് എപ്പോഴും എന്തേ തരുള്ളൂ, ഡിസപ്പോയിൻമെന്റും ഫ്രസ്ട്രേഷനും മാത്രമേ തരുള്ളൂ എന്നാണ് പറയുന്നത്. The way he narrates this incident tells us that he holds an excellent narrative skill. He could create interest and curiosity among his readers. അതായത് ഇയാൾ ഈ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവണതാണ് എന്ത്, ഇയാൾക്ക് നന്നായിട്ട് നറേറ്റ് ചെയ്യാൻ അറിയണ ഒരു പേഴ്സൺ ആണ് ആരെന്ന് നമ്മുടെ ക്രോണിൻ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ഈ ഒരു ഇയാൾ നറേറ്റ് ചെയ്യണ ആ ഒരു സംഭവം ആ ഒരു വേ എന്താണ് റീഡേഴ്സിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും കൊടുക്കുന്നു എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ നമുക്ക് ആ ഒരു സ്റ്റോറിയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല അയാളുടെ നറേറ്റിംഗ് സ്കിൽസും കൂടി ഞാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് ആ ഒരു റൈറ്റിംഗ് സെക്ഷനിൽ ചോദിക്കുന്നത്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൂടുതലായിട്ടും എന്താണ് ലെറ്റേഴ്സ്, ഡയറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിലും എന്താണ് നിങ്ങൾ ഈ ഓൾറെഡി ഒരു സമ്മറി പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലെറ്ററും ഡയറിയൊക്കെ ക്ലിയർ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.